പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും താൻ കൃഷ്ണയെ സ്വന്തമാക്കുന്നതിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഉമ. പക്ഷേ ഇതിനിടയിലാണ് ഉമയുടെ ചതി കൃഷ്ണ തിരിച്ചറിയുന്നത്. ഇതോടെ കെയർടേക്കറായി വന്ന അവൾ തന്നെ കൃഷ്ണ കാവ്യയിൽ നിന്ന് അകറ്റുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നു. മാത്രവുമല്ല, ഇങ്ങനെയൊരു ചതി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നും കൃഷ്ണ മനസ്സിലാക്കുകയാണ്. ഇതോടെ ഉമയെ ചെന്ന് കാണുന്ന കൃഷ്ണ ഉമയുടെ ചതി മതി എന്നും ഉമയ്ക്കിനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. ഉമയെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. ഇത്രയധികം വിശ്വാസം ഞാൻ മറ്റൊരാൾക്കും നൽകിയിട്ടില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കണ്ണുപോലെയായിരുന്നു ഉമ. എന്നെ നേർവഴിക്ക് നടത്തുന്ന ശക്തി. പക്ഷേ ആ ആൾ തന്നെയാണ് തൻ്റെ ജീവിതം തകർക്കുന്നതിനായി ഇത്രയും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു ചതി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ എല്ലാ പ്രതീക്ഷകളുമാണ് നീ തല്ലിക്കെടുത്തി എന്നെ എന്നേക്കുമായി അന്ധതയിലേക്ക് കടത്തിവിട്ടത്. ഇങ്ങനെ ഒരു ജീവിതം പോലും ഇനി എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല. നിന്നെ കണ്ടുമുട്ടിയതിൽ തന്നെ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. നിന്നെ കാണുമ്പോൾ തന്നെ അറപ്പും. ഇത് കേട്ടതിനെ തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ, എന്നോട് ക്ഷമിക്കണം കൃഷ്ണ. എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി. ഇതിനെല്ലാം കാരണം എനിക്ക് നിന്നോട് തോന്നിയ അടങ്ങാത്ത പ്രണയമാണ്. ആ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത് എന്നുള്ള കടമ പോലും മറന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത തെറ്റിന് മാപ്പർഹിക്കുന്നുമില്ല. ഇപ്പോൾ നിന്നിൽ നിന്ന് നീ ഏറ്റവും ഇഷ്ടപ്പെട്ട കാവ്യ എന്നേക്കുമായി അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത തെറ്റിന് പരിഹാരം കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ മുന്നിലേക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഉമ കാവ്യയെ ചെന്ന് കാണുകയാണ്. കാവ്യയോട്, കാവ്യെ, എനിക്ക് നിന്നോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. നീ കണ്ടതൊന്നും സത്യമല്ല. അതെല്ലാം വെറും അഭിനയം തന്നെയായിരുന്നു. അതിനെല്ലാം കാരണം എൻ്റെ അത്യാഗ്രഹം തന്നെയാണ്. കൃഷ്ണ എന്ന നല്ലവനായ മനുഷ്യനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തോന്നിയ ഒരു മണ്ടബുദ്ധി. എന്തായാലും എന്നിൽ നിന്നു തന്നെയാണ് ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുള്ളത്. കൃഷ്ണ അറിഞ്ഞുകൊണ്ട് കാവ്യയെ ഒരിക്കലും ചതിച്ചിട്ടില്ല. എന്നോട് ഒരു നോക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു പക്ക ജെന്റിൽമാനാണ് കൃഷ്ണ. മാത്രവുമല്ല, താനാണ് നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി എല്ലാം ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഭരതും ജയമോഹിനിയും, കണ്ടില്ലേ അവളുടെ ആക്ടിങ്, എന്ത് മനോഹരമായിട്ടാണ് ഇപ്പോൾ കൃഷ്ണയെ അവൾ വെള്ളപൂശുന്നതിനായി ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും ഇതെല്ലാം വിശ്വസിച്ച് വീണ്ടും കൃഷ്ണയുടെ പിന്നാലെ പോകും എന്നാണ് ഇവൾ കരുതുന്നത്. ഇവളെ രാത്രി കൃഷ്ണ ഫോൺ ചെയ്തതും 12 മണിക്ക് ശേഷം മണിക്കുട്ടിയെ ഉറക്കിയതിന് ശേഷം വരാമെന്ന് പറഞ്ഞതുമെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഭരതും അത് തന്നെയാണ്. ഇപ്പോൾ ഇവൾ നമ്മളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയുള്ള നാടകമാണ് കളിക്കുന്നത്. ഞങ്ങളും ഇവിടെ ചോറ് തന്നെയാണ് തിന്നുന്നത്, അല്ലാതെ ഒന്നുമല്ല. ഇത്രയും ചതികളെല്ലാം കണ്ടില്ല എന്ന് നടിച്ച് വീണ്ടും കൃഷ്ണയുടെ ജീവിതത്തിലേക്ക് പോകണമത്രേ. ഞങ്ങൾ എന്താ പൊട്ടന്മാരാണോ എന്ന് കൃഷ്ണ ചോദിക്കുന്നു. ഇത് കേട്ടതിന് എന്ന് ഭരത് ചോദിക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അന്ന് എൻ്റെ മൊബൈലിലേക്ക് വിളിച്ചത് സൂസനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂസൻ്റെ നമ്പർ കാണിച്ചു കൊടുക്കുന്ന ഉമ, ആ കോൾ ഫ്ലൈറ്റ് മോഡിലിട്ടാണ് ഞാൻ കാവ്യയെ ചൊടിപ്പിക്കുന്നതിനായി സംസാരിച്ചത്. ഇത് മനഃപൂർവ്വം തന്നെയായിരുന്നു. ഈ കോളിനെ പറ്റിയുള്ള കാര്യം കൃഷ്ണയ്ക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല.
കൃഷ്ണ മണിക്കുട്ടിയുടെ കൂടെ സമാധാനമായി ഉറങ്ങുകയായിരുന്നു. ആ സമയത്താണ് നിങ്ങളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഞാൻ ആ റൂമിലേക്ക് പോയി മാറി നിന്നത്. ആ റൂമിൽ ഒന്നും തന്നെ നടന്നിട്ടുമില്ല. ഞാൻ ആ റൂമിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ ആക്ടിങ് ചെയ്തതാണ്. ഇതിനെല്ലാം കാരണം എനിക്ക് കൃഷ്ണയോട് തോന്നിയ പ്രണയം തന്നെയാണ്. കൃഷ്ണയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അയാൾ അത്ര നല്ലവനാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ആ സത്യം മനസ്സിലാക്കുന്നു. എനിക്ക് കൃഷ്ണയോടുള്ള സ്നേഹം കൃഷ്ണയ്ക്ക് എന്നോടില്ല. മറിച്ച് കൃഷ്ണയുടെ ഓരോ ശ്വാസത്തിലും കാവ്യയെയാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൽ ഒരിറ്റ് വഞ്ചന പോലും കാണിക്കുന്നതിന് കൃഷ്ണ തയ്യാറായിട്ടുമില്ല. എനിക്ക് എല്ലാ സത്യവും ഇപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നി. ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല. ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ് കാവ്യ. എന്നോട് ക്ഷമിക്കാൻ സാധിക്കുമെന്ന് പോലും എനിക്കറിയില്ല. കാവ്യ എന്തായാലും കൃഷ്ണയെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചെയ്തു കൂട്ടിയതിനെല്ലാം കൈ കൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും കാവ്യയ്ക്ക് നേരെ ഉണ്ടാവുകയില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ കാവ്യയും കൃഷ്ണയും ഇപ്പോൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഉമ. ഇതോടെ ഇവളെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് ചോദിക്കുന്ന ജയമോഹിനി വീണ്ടും ഇതൊരു തന്ത്രമായിരുന്നെങ്കിലോ എന്ന് കാവ്യയോട് പറയുകയും അതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് ഒരു പൊട്ടിയെ പോലെ എല്ലാം വിശ്വസിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് കാവ്യ. ഇതേ തുടർന്ന് മണിക്കുട്ടിയും അതിനുള്ള തെളിവുകളുമായി എത്തിയതിനെ തുടർന്ന് കൃഷ്ണയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കാവ്യ. ഇതോടെ കൃഷ്ണയെ തൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം എന്നുള്ള തീരുമാനം കാവ്യ എടുക്കാൻ തീരുമാനിക്കുന്നു. മണിക്കുട്ടിയും പറയുകയാണ് കാവ്യയുടെ ജീവിതത്തിൽ കൃഷ്ണയ്ക്ക് ഇടം കൊടുക്കണം. കാവ്യയ്ക്ക് ഇഷ്ടമല്ല എങ്കിൽ ഞാൻ ഈ വീട് ഉപേക്ഷിച്ച് പോകാനും തയ്യാറാണ്. മാത്രവുമല്ല മുത്തിനും എന്നെ സഹോദരിയായി അംഗീകരിക്കാൻ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് ഇനി എന്താണ് കാര്യം എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാവ്യ പറയുകയാണ് മണിക്കുട്ടി എവിടേക്കും പോകേണ്ടതില്ല. മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്ന് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് മണിക്കുട്ടി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.